കോഴിക്കോട് ജില്ലയിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ UDF പ്രക്ഷോഭത്തിലേക്ക്. ഈ മാസം 19 മുതൽ DDE ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിക്കും. MK മുനീർ MLA യുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുക. ജില്ലയിൽ 5000-ലധികം കുട്ടികൾ ഇപ്പോഴും സീറ്റ് കിട്ടാതെ പുറത്താണെന്ന് MK മുനീർ MLA പറഞ്ഞു. ഇന്നത്തെ കണക്കനുസരിച്ച് +1 VHSC പോളി ITI സീറ്റുകൾ എല്ലാം കൂട്ടിയാലും 5300-ൽ അധികം കുട്ടികൾ ഇപ്പോഴും പുറത്താണുള്ളത്. ഞങ്ങൾ ഈ വരുന്ന 19-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം മുതൽ DD ഓഫീസിൻ്റെ മുന്നിൽ ഈ ജില്ലയിലെ ഒരു MLA എന്നുള്ള നിലയ്ക്ക് സത്യാഗ്രഹം അനുഷ്ഠിക്കുകയാണ് അനിശ്ചിതകാലത്തേക്ക്. ഇതിൽ തീരുമാനം ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ ഒരുമിച്ച് സമരം നയിക്കാൻ പോവാണ്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, കോഴിക്കോട് ജില്ലയിലെ +1 സീറ്റ് പ്രതിസന്ധിയുടെ കണക്കുകൾ എന്തൊക്കെയാണ് ഇപ്പോൾ മുനീർ അടക്കമുള്ളവർ പറയുന്നത്? എന്താണ് അവരുടെ തുടർ നടപടികൾ? വേണു, മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി രൂക്ഷമായതോടെയാണ് സർക്കാർ അധിക ബാച്ചുകൾ അനുവദിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിൽ തന്നെ മലപ്പുറത്തും കാസർഗോഡുമാണ് അധിക ബാച്ചുകൾ അനുവദിക്കുന്ന പ്രഖ്യാപനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ അപ്പോഴും ഇതേ പ്രതിസന്ധി നേരിടുന്ന കോഴിക്കോട് ജില്ലയെ തഴഞ്ഞു, അവഗണിച്ചു എന്നുള്ളതാണ് UDFന്റെ പരാതി, UDFന്റെ ആരോപണം. ഇതിന്റെ ഭാഗമായി ഈ വരുന്ന 19-ന് DD ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് UDF നേതൃത്വം എത്തിയിട്ടുള്ളത്. MLA MK മുനീറാണ് ഈ സമരത്തിന്, ഈ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുക. അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിസന്ധിയിൽ കോഴിക്കോട് ജില്ലയുടെ പ്രശ്നങ്ങൾ, അതായത് നിലവിൽ 5000-ന് മുകളിൽ കുട്ടികൾ ഈ +1 സീറ്റിന് പുറത്തു നിൽക്കുകയാണ്, +1 സീറ്റിൽ നേടാനായി പുറത്തു നിൽക്കുകയാണ്. ഇതിൻ്റെ പ്രശ്നങ്ങൾ സഭയിൽ അടക്കം താൻ ഉന്നയിച്ചതാണ്. രണ്ടംഗ സമിതിയെ നിയോഗിച്ചുകൊണ്ട് ജില്ലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ളൊരാവശ്യം താൻ ഉന്നയിച്ചതാണ്. പക്ഷേ അത്തരത്തിലുള്ളൊരു തീരുമാനം ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന്, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് അടക്കമുള്ള ബാച്ചുകൾ അനുവദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സയൻസ് ബാച്ച് അനുവദിക്കാത്തത് എന്നുള്ളൊരു കാര്യം കൂടി MK മുനീർ ചോദിക്കുന്നുണ്ട്. സർക്കാർ ആവശ്യപ്പെടുന്നത് ഈ കുട്ടികൾ സയൻസിന് പഠിക്കേണ്ട എന്നുള്ളതാണോ, ഹ്യൂമാനിറ്റീസും കൊമേഴ്സും മാത്രം പഠിച്ചാൽ മതി എന്നുള്ളൊരു കാര്യമാണോ ഈ സർക്കാർ ആവശ്യപ്പെടുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നിലവിൽ MK മുനീർ ചോദിക്കുന്നുണ്ട്. കൂടാതെ തെക്കൻ ജില്ലകളിൽ കൂടുതൽ സീറ്റുകൾ വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ മലബാറിനെ മൊത്തത്തിൽ അവഗണിക്കുകയാണ്. അതിൽ തന്നെ കോഴിക്കോട് ജില്ലയ്ക്കാണ് ഏറ്റവും വലിയൊരു അവഗണന നേരിടുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് നിലവിൽ MK മുനീർ പറയുന്നത്. ഏതായാലും ഇടതുപക്ഷ MLA-മാർ, ജില്ലയിലെ ഇടതുപക്ഷ MLA-മാരെ കൂടി ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി, ഈ പ്രതിഷേധത്തിലേക്ക് പങ്കെടുക്കാനായി MK മുനീർ ക്ഷണിക്കുന്നുണ്ട്. ഈ മാസം 19-ന് DD ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിക്കാനാണ് ജില്ലയിലെ UDF നേതൃത്വത്തിന്റെ തീരുമാനം. വേണു, അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.